ഞാൻ ഈ തരുന്നതായിട്ടുള്ള ഈ ചെക്ക് ലിസ്റ്റ് നല്ല ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന്, നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ ക്യാമറയിൽ സെറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. സെക്കൻഡ്, ഫോട്ടോ എടുക്കുന്ന സമയത്ത് വൈൽ യു ആർ ഷൂട്ടിംഗ് ടേക്ക് കെയർ ഓഫ് സർട്ടൻ തിങ്സ്. ആദ്യം നമുക്ക് എങ്ങനെ ഇത് ക്യാമറ പ്രീസെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്പർ 1, ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് നല്ലൊരു ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു നല്ലൊരു പോർട്രേറ്റ് ബൊക്കെ എടുക്കാനായിട്ട് ഒരു പ്രൈം ലെൻസ് ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിക്കുക. രണ്ടാമത്തെ പോയിൻ്റ്, സ്പോട്ട് മീറ്ററിങ് ഉപയോഗിക്കുക. സ്പോട്ട് മീറ്ററിങ് ആണ് ഏറ്റവും നല്ല മീറ്ററിങ് സിസ്റ്റം ഫോർ ടേക്കിംഗ് എ ബൊക്കെ. 3, ലൈറ്റിങ്ങിൽ ഡയറക്റ്റ് ഫേസിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡിഫ്യൂസ്ഡ് ലൈറ്റ് സിറ്റുവേഷൻസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. നമ്പർ 4, സെർവോ ഫീച്ചർ ഓണിൽ വയ്ക്കുക. എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് സെർവോ ഓൺ ആണെങ്കിൽ ആ മൂവ്മെൻറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. നമ്പർ 5, കീപ് ട്രാക്കിംഗ് ഓൺ. സെർവോയിൽ വെച്ച് ട്രാക്കിംഗ് ഓൺ ആണെങ്കിൽ മാത്രമേ ഈ ഫീച്ചറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ കീപ് ഐ ഡിറ്റക്ഷൻ ഓൺ. നമ്പർ 7, സെറ്റ് ദി പിക്ചർ സ്റ്റൈൽ ടു പോർട്രേറ്റ്. പല പിക്ചർ സ്റ്റൈൽസ് ക്യാമറ തന്നിട്ടുണ്ട്. സിൻസ് നമ്മൾ പോർട്രേറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് പിക്ചർ സ്റ്റൈൽ പോർട്രേറ്റിലേക്ക് മാറ്റുക. ഹൈറ്റ് ഓൺ പ്രയോറിറ്റി, അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടാവും നമ്മുടെ ക്യാമറയിൽ. അത് നമുക്ക് ഓണിൽ വെക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നൈറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ഓണിൽ വെച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ അത് ഓഫിൽ വെച്ചിട്ട് പോർട്രേറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ 9, ഈ പോർട്രേറ്റ് എടുക്കുമ്പോൾ AV മോഡിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. AV മോഡിൽ വെച്ച ശേഷം അടുത്ത പോയിൻ്റ്, ഏറ്റവും കുറഞ്ഞ അപ്പർച്ചറിൽ വെച്ചിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നമ്പർ 11, അതായത് ഏറ്റവും കുറഞ്ഞ അപ്പർച്ചറിൽ വെച്ചിട്ട് നിങ്ങൾ ഈ എക്സ്പോഷറും ഫോക്കസും എടുക്കുന്ന സമയത്ത് എക്സ്പോഷർ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ISOയും ഷട്ടർ സ്പീഡും സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പർ 12, ഇലക്ട്രോണിക് മാനുവൽ ഫോക്കസ് ഓൺ ഓർ ഓഫ് എന്നൊരു ഫീച്ചറുണ്ട്. അത് ഓണിൽ വെക്കുക. ഇത് ഓണിൽ വെച്ച് കഴിഞ്ഞാൽ AF ഓട്ടോമാറ്റിക് ഫോക്കസ് എടുത്ത ശേഷം ഡിജിറ്റലായിട്ട് എൻലാർജ് ചെയ്ത് കുറേ കൂടെ മാനുവലായിട്ട് ഷാർപ്പായിട്ട് ഫോക്കസ് എടുക്കാൻ ക്യാമറ നിങ്ങളെ സഹായിക്കും. സോ ഈ 11 പോയിൻറ്റ്സ് അത് യൂസ് ഇറ്റ് ആസ് എ ചെക്ക് ലിസ്റ്റ് ബിഫോർ യു സ്റ്റാർട്ട് ഷൂട്ടിംഗ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, കഴിവതും വ്യൂ ഫൈൻഡർ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഷാർപ്പായിട്ടുള്ള ഫോക്കസ് എടുക്കാനും കറക്റ്റ് എക്സ്പോഷർ സെറ്റിംഗ് ആണോ എന്ന് മീറ്റർ റീഡ് ചെയ്യാനും നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധിക്കും. നമ്പർ 2, ഈ ട്രൈപോഡ് ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ട്രൈപോഡ് ഉപയോഗിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഷേക്ക് ഇല്ലാത്ത ഒരു ഹാൻഡ് ഹെൽഡ് സിസ്റ്റമിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രയാങ്കുലർ ഹോൾഡിംഗ്, അതാണ് ഷേക്ക് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള മെത്തേഡ്. പിന്നെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഏറ്റവും കുറഞ്ഞ അപ്പർച്ചറിൽ വെച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രൈം ലെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ അപ്പർച്ചറിലേക്ക് പോകാൻ സാധിക്കും. ടെലിഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത്രയും കുറഞ്ഞ അപ്പർച്ചറിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ക്യാമറ ഡിസ്റ്റൻസ് മാറ്റി വെച്ച് നല്ല ബൊക്കെ കിട്ടുന്ന രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കുട്ടികളുടെ ആണ് ബൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ പിക്ചറാണ് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ ദ സീനറി, അപ്പം കൂടുതലും ഹയർ ഷട്ടർ സ്പീഡ് വെച്ച് എടുക്കാനായിട്ട് ശ്രമിച്ചാൽ ഷേക്ക് വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഷേക്ക് കുറയ്ക്കാനായിട്ട് കുറേ കൂടെ കൂടുതലായിട്ടുള്ള ഷട്ടർ സ്പീഡ് വെച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചിട്ട് എക്സ്പോഷർ സെറ്റിംഗ് കറക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഷാർപ്പായിട്ട് ഫോക്കസ് ലഭിക്കാനായിട്ട് ഓട്ടോ ഫോക്കസ് ഉപയോഗിച്ച് ഫോക്കസ് ഉപയോഗിച്ച് ഫോക്കസ് എടുത്ത ശേഷം
ഡിജിറ്റൽ സൂം വെച്ച് നിങ്ങൾ കുറേ കൂടെ മാനുവലായിട്ട് ഫോക്കസ് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ച ശേഷം ഷൂട്ട് ചെയ്യും. അപ്പോൾ ദെൻ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ദിസ് വിൽ എൻഷുർ യു ടു ഗെറ്റ് എ വെരി ഗുഡ് portrait picture. I'm quite sure about it.